ഇന്ന് നാം സകല മരിച്ചവരെയും ഓർക്കുന്ന പ്രാർത്ഥിക്കുന്ന സുദിനമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവില്ലേ? മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുമക്കൾ, ജീവിത പങ്കാളി, അയൽവാസികൾ, ഇവർക്കൊക്കെ പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്തവർ, പെടും മരണത്തിൽപ്പെട്ട് മരിച്ചുപോയവർ, ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന സുദിനമാണ് ഇന്ന്. കർത്താവ് വചനം തരികയാണ്. കർത്താവിനെ ഭയപ്പെടുന്നവരാരോ അവർ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. കർത്താവ് കാണിച്ചു കൊടുക്കുന്ന വഴി അനുസരണത്തിന്റെ വഴിയാണ്. കർത്താവ് കാണിച്ചു കൊടുക്കുന്ന വഴി വിനയത്തിന്റെ വഴിയാണ്. കർത്താവ് കാണിച്ചു കൊടുക്കുന്ന വഴി വിശുദ്ധിയുടെ വഴിയാണ്. ഈ വിശുദ്ധമായ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ കളങ്കങ്ങൾ വരുമ്പോൾ, പോരായ്മകൾ വരുമ്പോൾ അതിൽ നിന്ന് വിടുതൽ നേടാൻ ഈശോ സ്ഥാപിച്ച കൂദാശയാണ് കുമ്പസാരം എന്ന കൂദാശ. ബന്ധങ്ങളുടെ തകർച്ചയാണ് പാപം. പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അത് കൃപയായി, അത് മാനസാന്തരമായി, അത് രൂപാന്തരം പ്രാപിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് പ്രിയപ്പെട്ടവർ ദൈവത്തിന് പ്രിയപ്പെട്ടതായി തീരുന്നതല്ലേ മരണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുകയാണ്, അപരാധ വിമുക്തമായി പാപങ്ങളുടെ കാലികമായ ശിക്ഷയിൽ നിന്ന് ദൈവ തിരുമുൻപാകെയുള്ള ഇളവ് ചെയ്യലാണ് ദണ്ഡവിമോചനം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന കുമ്പസാരം എന്ന കൂദാശയിലൂടെ പാപമോചനം ലഭിക്കുമെങ്കിലും കാലികമായ ശിക്ഷ വിട്ടുമാറുന്നില്ല. എന്ന് പറഞ്ഞാൽ, ഒരു പാപം ചെയ്താൽ കുമ്പസാരം എന്ന കൂദാശയിലൂടെ പാപമോചനം കിട്ടി. എന്നാൽ ആ പാപത്തിലുണ്ടായ ക്രമക്കേട്, അവിടെ ഉണ്ടായിരുന്ന ഈ അസ്വസ്ഥത, അതാണ് കാലികമായ ശിക്ഷ എന്ന് പറയുന്നത്. അത് വിശ്വാസ ജീവിതം വഴിയായും, പാപ പരിഹാര ജീവിതം വഴിയായും, പ്രായശ്ചിത്ത ജീവിതം വഴിയായും, വിശ്വാസത്തിന് അനുയോജ്യമായ ജീവിതം നയിച്ചും ഈ കാലികമായ ശിക്ഷയിൽ നിന്ന് നമുക്ക് വിടുതൽ നേടാൻ സാധിക്കും. ഇന്ന് മരിച്ചവരുടെ സുദിനമായതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും? ഒന്ന്, വിശുദ്ധ ബലിയിൽ സജീവമായി പങ്കെടുത്ത് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം. 2, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. 3, കുരിശിന്റെ വഴി നടത്തി പ്രാർത്ഥിക്കാം. 4, ഓരോ ദിവസവും 30 മിനിറ്റ് ദൈവവചനം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 5, മാതാവ് പഠിപ്പിച്ച പ്രാർത്ഥന, ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. കൊച്ചു പ്രാർത്ഥനയാണ്. വിശുദ്ധ ജർത്രൂദിന് ഈശോ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന, കരുണയുടെ ജപമാല, സിമിത്തേരി സന്ദർശനം, ഉപവാസം, ദാനധർമ്മം, കാരുണ്യ പ്രവർത്തികൾ, ഇങ്ങനെ 10 പരിപാടികളോടെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ളവരുടെ പാപങ്ങൾക്ക് നമുക്ക് പരിഹാരം ചെയ്യാം. കർത്താവായ ഈശോയെ, നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ കരങ്ങൾ കൂപ്പുന്നു. നന്മ ചെയ്ത് കടന്നുപോയ ജീവിതത്തിൽ പോരായ്മകളും കുറവുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മ നിറയ്ക്കണമേ. ഇന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും അവര് ശുദ്ധീകരണ സ്ഥലത്തിലാണെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് ത്യാഗത്തോടെ മുട്ടുകുത്തി കരം വിരിച്ച് പ്രാർത്ഥിക്കട്ടെ. ആമേൻ.